കേരളത്തിൽ ഇപ്പോ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുരുവട്ടൂർ ത്വരീഖത്ത്. അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് നമ്മൾ പറയുന്ന അവര് എന്താ പറയണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ കീശീരിന്റെ കുയ്യമ്പറമ്പിൽ ഉണ്ട് ഒരു ബീരാണി എന്ന് പറഞ്ഞിട്ട് വെറും ഒരു തേങ്ങ പൊളിച്ചാന്ന് പറഞ്ഞതിന് 5ാം ക്ലാസ് മദ്രസ വരെ പഠിച്ചിട്ടില്ലാത്ത ഒരു സാധുവായ മനുഷ്യൻ ദിക്ർ ഹൽക്കയിൽ ഖുർആൻ താഴെ വെച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു ഈ ബീരാണി. ഖുർആനെക്കാട്ടിലും ഷറഫ് മൂപ്പർക്കാണെന്ന് വാദിച്ചിട്ട് അങ്ങനെയുള്ള ബീരാണി മരിച്ചിട്ട് മഹലൊക്കെ വരയ്ക്കിയത് അയാളെ പേരന്റെ മുറ്റത്ത് തന്നെയാണ് ഇയാളെ മറുമാടി. ഇപ്പൊ അവിടെ ഉറൂസ് നടക്കുന്നുണ്ട്, എല്ലാ മാസവും അല്ലാതെ ഒരു മൗലൂദും നടക്കുന്നുണ്ട്. ഈ മൗലിദ് അധികവും നടക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് 2 മണി വരെ മൗലിദും ദിക്റുമാണ്. ജുമാ അവർക്കില്ല. ളുഹർ നിസ്കരിക്കലുണ്ടോ എന്ന് എനിക്കൊട്ട് അറിയില്ല. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്കെതിരാണ്. ഈ സത്യം വിളിച്ചു പറഞ്ഞ സുലൈമാൻ ഫൈസി ഉസ്താദിന്റെ തെറി പറയാൻ വേണ്ടിയിട്ട് സ്റ്റേജ് കെട്ടി അസഭ്യം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ സുലൈമാൻ ഫൈസി എന്ന് പറയുന്ന വ്യക്തി ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പറഞ്ഞവരുണ്ടോ? നീ ആരവാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ഞാൻ പറഞ്ഞാ പോരടോ, ഞാൻ പറഞ്ഞാ പോരാ. അൻവരി ഉസ്താദ് അവിടെ പങ്കെടുത്ത, അഹ്സനി ഉസ്താദ് അവിടെ പങ്കെടുത്ത തെളിവെവിടെ? രേഖ എവിടെ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ കണ്ണെടുത്ത് കണ്ടുകൂടാ. നിങ്ങൾക്ക് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയിട്ട് പച്ച നുണ പറയാമെന്ന്. എത്ര വയസ്സായി കാക്കങ്ങൾക്ക് കണ്ണാടിയിലൊന്ന് നോക്കിക്കൂടെ? വിവാസം പറയുകയോ തെളിവ് കൊണ്ടുപാടോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. താൻ ജുമാ നിസ്കരിക്കാത്ത സാഹചര്യവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്റെ കാറ് തടഞ്ഞ് ചോദ്യം ചെയ്തതും മാപ്പ് പറഞ്ഞതും ഒക്കെയുള്ളതായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അബ്ദുൽ മജീദ് ഉസ്താദ് അവറുകൾ ഈ പറയുന്ന സമദിനെ വെല്ലുവിളിച്ചു. ആ സമദ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുങ്ങിക്കോ, സുലൈമാൻ ഫൈസി പറഞ്ഞ ഞങ്ങൾ വേറെ തീർക്കാം. നീ എന്ന് പറഞ്ഞ വിഷയം ഒരു വെള്ളിയാഴ്ച അവിടെ ജുമാന്റെ സമയത്ത് മമ്പുറ മൗലിദ് കോതി അതിൽ പങ്കെടുത്ത് ജുമാ മുടക്കി വരുന്ന സമയം കാറ് തടഞ്ഞു വെച്ച് നിന്റെ തയക്കെട്ടൊക്കെ ഊരി എന്ന് പറഞ്ഞ ഈ സംഭവം തെളിയിക്കാൻ ഇജ്ജ് വന്നോ? അതിന്റെ രേഖയായിട്ട് എന്നവരെ ഇന്ന് റെഡിയാണോ? ഞാൻ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് അഹ്സനി ഉസ്താദ് ഇതിന് കൊടുക്കുന്ന മറുപടി ഇവിടെ നമുക്ക് കേൾക്കാം. എന്തിനാണ് അവര് ഇങ്ങനെയൊക്കെ ചൂടായി പ്രഷർ കൂട്ടി? എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യം? നമ്മളിവിടെ പറഞ്ഞ വിഷയം തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിനാവശ്യമായ ആളുകളെ ഞാൻ അവിടെ ഹാജരാക്കും എന്ന്. 2-3 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ. ഒന്ന്, അൻവരിയെ വണ്ടി തടഞ്ഞ വിഷയം, അതിന് ഹാജരാക്കും. ആ തടഞ്ഞ ആളുകളെ ഞാൻ അവിടെ ഹാജരാക്കും. രണ്ടാമത്തത് ഖുർആനിന്റെ മേൽ ചവിട്ടിക്കയറുന്ന വിഷയം, അത് കണ്ട ആളെ എന്നിട്ട് അദ്ദേഹത്തെ ഉന്തിയിട്ടിട്ട് മുസാഫ് അവിടെ നിർത്തിച്ചു, ആ ആളെ ഞാൻ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലേക്ക് വാക്കാലൂരിൽ നിന്ന് ആളുകൾ പോയി വീരാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയം പറയാനേ. എന്നിട്ട് ശംസുൽ ഉലമ എന്താ അവരോട് പറഞ്ഞത്? അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും അതിന്റെയും ആളെ ഞാൻ ഇവിടെ ഹാജരാക്കും കീശേരിയില്. ഞാൻ പറഞ്ഞല്ലോ. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അടിപൊളി. ഞാൻ പോകുന്നു. ബൈ.